എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിധമാണ് ഇനി ഇപ്പോൾ എല്ലാവർക്കും എത്താനുള്ളത്. അപ്പോൾ 21ാമത്തെ ഗഡുവിധം നിരവധി ആൾക്കാർക്കാണ് മുടങ്ങിയിരുന്നത്. KYC ചെയ്യാത്തത് കൊണ്ട് തന്നെയായിരുന്നു അവർക്ക് ഈ 21ാമത്തെ ഗഡുവിധം മുടങ്ങിയിരുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെയും KYC കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ആ പേയ്മെൻറ്റ് കേന്ദ്രം റിലീസ് ചെയ്തിരുന്നു. 8ാം തീയതി തന്നെ ആ പേയ്മെൻറ്റ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് KYC താൽക്കാലികമായിട്ട് കേന്ദ്രം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ സാധിക്കും. ഇവിടെ നമുക്ക് KYC എന്നൊരു ഓപ്ഷൻ കേന്ദ്രം മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ KYC ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാവാം. അതിനിപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ ഉടൻ തന്നെ ഇനിയിപ്പോൾ അവിടെ KYC ഓപ്ഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തുകൊള്ളുക, അത് ക്ലിയർ ചെയ്താണ് ഇനിയിപ്പോൾ അവിടെ ആ KYC ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും KYC ചെയ്യാനായിട്ട് സാധിക്കാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ PM കിസാൻ സമ്മാനിൻ്റെ വെബ്സൈറ്റിൽ KYC ഓപ്ഷൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ KYC ഓപ്ഷൻസ് അവിടെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് KYC ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. ഇനിയിപ്പോൾ അത് അവിടെ കുഴപ്പമില്ലാതെ തന്നെ KYC ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് ആ KYC ഓപ്ഷൻ മാത്രം അവിടുന്ന് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ 22ാമത്തെ ഗഡുവിധം ഇപ്പോൾ എല്ലാവരുടെയും സ്റ്റാറ്റസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിതരണത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. 20ാമത്തെ ഗഡുവിധം വരെ കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും PFMS ആക്റ്റീവായിരുന്നു. നമ്മുടെ വെബ്സൈറ്റുകളെല്ലാം തന്നെയും ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളവർക്കായാലും ആർക്കായാലും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും അത്രയും ഗഡുക്കൾ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. 21ാമത്തെ ഗഡുവിധമായപ്പോൾ തന്നെ ഇതെല്ലാം നിർത്തിവെക്കുകയും പിന്നെ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ PM കിസാൻ സമ്മാനിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ അവിടെ എന്താണ് കേന്ദ്രം എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനാണോ, ഒന്നും തന്നെയും വ്യക്തമായിട്ട് പറയുന്നുമില്ല. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെയും ആർക്കും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നുമില്ല. നിലവിൽ ഇതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇന്നെലിജിബിൾ ആയിട്ടുള്ള നിരവധി കർഷകരുണ്ട്. ആ ഇന്നെലിജിബിൾ ആയിട്ടുള്ള കർഷകർ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആയിരിക്കണം. ഫാർമർ ID അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ ഫാർമർ റെക്കോർഡ് നോട്ട് ഫൗണ്ടറിനെ അവിടെ കാണിക്കുകയുള്ളൂ. ആ ഫാർമർ ID അപ്രൂവൽ ആയി കഴിഞ്ഞിട്ട് ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്ന് അവിടെ എന്താണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെല്ലാം അവിടെ ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ KYC നമുക്ക് തിരിച്ച് ആ വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് തന്നെ KYC ഇതുവരെ ചെയ്യാത്തവർക്ക് വീണ്ടും KYC ചെയ്യാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാവുന്നതാണ്. എന്തായാലും 22ാമത്തെ ഗഡുവിധം നമുക്ക് ഉടൻ തന്നെ ഒന്നെങ്കിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി 5ാം തീയതിക്കുള്ളിൽ തന്നെ PM കിസാൻ സമ്മാനിൻ്റെ 22ാമത്തെ ഗഡുവിധം ഉണ്ടായിരിക്കുന്നതാണ്. അത് ആർക്കൊക്കെയാണ് വിതരണം, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇപ്പോൾ ലഭിക്കും, മുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തന്നെയും ഇനിയിപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യങ്ങളും നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. ഒരു കാര്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്യാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ, നിങ്ങളുടെ ബാങ്ക് ആക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ നോക്കാം. അവിടെ ഇന്നെലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാർമർ ID നിർബന്ധമായിട്ടും അപ്രൂവൽ ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്യുക. അവിടെ ഫാർമർ റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് കാണിക്കുന്നത് വെബ്സൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടും തന്നെയല്ല, അത് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആവാത്തതുകൊണ്ടാണ്. ആ ഫാർമർ ID അപ്രൂവൽ ആയ ശേഷം മാത്രം നിങ്ങൾ ഈ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. PM കിസാൻ സമ്മാനിൻ്റെ 22ാമത്തെ ഗഡുവിധം ഉടൻ തന്നെ എത്തുന്നതാണ്. ഒന്നെങ്കിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി 5. അതിൽ കൂടുതൽ എന്തായാലും പോവില്ല. മുൻകാലങ്ങളിൽ വാങ്ങിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ അറിയാം, നമുക്ക് സ്റ്റാറ്റസിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെ നമുക്ക് ഉടൻ തന്നെ ഒരു വിതരണം ഉള്ളതാണ്. എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ഡേറ്റും ഒരു ഒഫീഷ്യലായിട്ടുള്ള അറിയിക്കുന്ന ഒരു ഡേറ്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ആ ഒരു സമയത്ത് PM കിസാൻ സമ്മാനിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്